റിഷാനെ, മോനെ സുഖാണോ? സുഖമാണ്. ഓക്കെ. നമ്മുടെ ടൂൺ ലൈഫിൽ നീ വന്നപ്പോഴും അതിനുശേഷവും നിൻ്റെ പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് ടൂൺ ലൈഫിൽ വരുന്നതിന് മുമ്പ് എഴുതാനും വായിക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ. ടീച്ചർ ഒരു സബ്ജക്റ്റ് തന്നാൽ അതൊക്കെ വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ. ടൂൺ ലൈഫിൽ വന്നിട്ട് എനിക്കിപ്പോൾ അതൊക്കെ മാറ്റേണ്ടി എഴുതാനും വായിക്കാനൊക്കെ വയ്ക്കും. വായിക്കണ ഒരു ബുദ്ധിമുട്ടുമില്ല. റിഷാനെ, നീ ടൂൺ ലൈഫിലേക്ക് വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ഈ പറയേണ്ടായി. അപ്പോൾ ഇതുപോലെ പഠന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാകും. അപ്പോൾ അവരോട് നിനക്ക് നമ്മുടെ ഈ ലേണിംഗ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത്? എനിക്കിവിടെ വന്നിട്ട് മാറ്റമുണ്ട്. ഓൽക്ക് ഇവിടെ വന്നാൽ മാറ്റം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഉറപ്പുണ്ട്. അപ്പോൾ ഓൽക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവിടെ ഒരു ക്ലാസ് എടുക്കുന്നത്. കളികളൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ടേൺ ലൈഫിൽ വന്നാൽ ഓൽക്കും മെച്ചമുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഷാന, ഒരു മെൻറ്റർ എന്ന നിലയിൽ റിഷാനിലെ മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? അവൻ വന്ന സമയത്ത് അവനിതുപോലെ അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ലേണിംഗ് എൻഹാൻസ്മെൻറ്റ് പ്രോഗ്രാമിലേക്ക് അവൻ ജോയിൻ ചെയ്തോടെ അവന് അതിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. എഴുതാനും വായിക്കാനും ഒക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സിൽ നമ്മൾ ഓരോ കുട്ടിക്കും ആവശ്യമായ പഠന രീതികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബ്രെയിൻ ജിം ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ കുട്ടികൾക്കും മടിയാണ് ഫസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ ആ കുട്ടികളിൽ ഒരു താല്പര്യം പഠനത്തിനുള്ളൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് പൊതുവേ ചെയ്യുന്നത്. ഇനി നമ്മളുടെ അടുത്ത കോഴ്സ് ആരംഭിക്കുന്നുണ്ട് ലേണിംഗ് എൻഹാൻസ്മെൻറ്റിൻ്റെ. അത് ഏപ്രിൽ 8-നാണ് തുടങ്ങുന്നത്. അതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്.